നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശിവഗായത്രി എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ബ്രേസസ് ജേർണീനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേസസ് ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസ് ഞാൻ ഏതാണ് 3 വീഡിയോസ് ഇട്ടു. ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് എന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പല്ലിന് ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മിക്കവരും എന്നോട് പറയുന്നത്, ഈവൻ എൻ്റെ പാരൻസ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ പല്ലിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര വിജൃംഭിതമായിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ പല്ലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പല്ല് നേരെയാണ് ഇരിക്കുന്നത്, മറ്റേ പല്ല് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു വടക്ക് നോക്കി യന്ത്രം പോലെയാണ് എൻ്റെ പല്ല് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന പല്ല് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനിങ്ങനെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ പല്ല് വളഞ്ഞാണ് ഇരിക്കുന്നത്, എനിക്ക് ഒരു സ്മൈൽ കറക്ഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഡോക്ടറല്ല, ഡെൻറ്റിസ്റ്റ്, രണ്ടും തന്നെ, ഞാൻ എന്തോ പറയണം, ഡെൻറ്റിസ്റ്റ് പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാം. ഡോക്ടർ എനിക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നോർമൽ ബ്രേസസ് ഇട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ 4 പല്ല് വാങ്ങി പറിച്ച് നടാനല്ല, എടുത്ത് പറിച്ച് നടണം എന്നാണ് പറഞ്ഞത്, അല്ല പറിച്ചെറിയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് പല്ല് പറിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ പിടിച്ചു നിന്നു. അങ്ങനെ പല്ലിൽ കമ്പി ഇട്ടു. പല്ലിൽ കമ്പി ഇടുന്നത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും വീഡിയോസൊക്കെ. ഒരു പ്രശ്നമില്ല, പല്ലിൽ കമ്പി ഇടുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നില്ല. പക്ഷേ അടുത്ത ദിവസം നമ്മുടെ പല്ലിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല വേദനകളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊരു 1.5 വേദനയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അവസാനം കുറേ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചു. എൻ്റെ വായിൽ ഫുൾ അൾസേഴ്സ് ആയി. കാരണം ഈ ഒരു ബ്രാക്കറ്റ്സ്, ഈ മുത്ത് പോലത്തെ സാധനം അവിടെ ഇവിടെയൊക്കെ കുത്തി എനിക്ക് വട്ട് പിടിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ വലിച്ചൂരിയൊക്കെ കളയാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയെടുത്ത് പോയി, അച്ഛാ എനിക്കിപ്പോൾ വലിച്ചൂരി കളയണം എന്നും പറഞ്ഞ് ചെന്നപ്പോൾ അവർ പറഞ്ഞു, കമ്പെടുത്ത് നിന്നെ അടിക്കണ്ടെങ്കിൽ ഓടിക്കോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ദമ്പത്വത്തിന് വഴങ്ങിയാണ് അവർ വന്നിട്ടത്, അല്ല അവരെന്നെ കൊണ്ടുപോയി ഇടാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് അസഹനീയമായിട്ടുള്ള വേദനയായിരുന്നു. ഞാൻ സഹിച്ച് ക്ഷമിച്ചു നിന്നു. പല്ലൊന്നും കടിക്കാൻ പറ്റത്തില്ല. പല്ലിൽ ചെറുതായിട്ടൊന്നും കടിക്കുമ്പോഴല്ലോ നമ്മൾ ഈ സ്വർഗലോകത്തേക്ക് പോയില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. ആ സമയത്ത് ആദ്യം ഇട്ട സമയത്ത് ഞാനൊരു അന്യനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ബാക്ക് ടു അമ്പിയായി വന്നുകൊണ്ടിരിക്കുക. അമ്പി എന്ന് പറയാൻ പറ്റില്ല, റെമോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പല്ലി കമ്പി ഇട്ടിട്ട് ചില ആൾക്കാർ ഇവിടെ പലതും എന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ എന്നെ കണ്ടിട്ട് പറക്കം തെളിങ്ങിയ ബസന്തിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് കാണിച്ചിട്ടാരാ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. എന്നെ കാണാൻ ബസന്തിയെ പോലെ ഉണ്ടെന്നായിരുന്നു ചില ആൾക്കാരുടെ കമൻറ്റ്സ്. നിങ്ങൾ പറയുന്ന എന്നെ കാണാൻ ബസന്തിയെ പോലെയാണോ ഇരിക്കുന്നത്? ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പല്ലിൽ എന്താണ് നോർമൽ ബ്രഷ് ഇട്ട് തേക്കരുത്, അവർ തരുന്ന ബ്രഷ് ഇട്ട് തന്നെ തേക്കണം. പിന്നെ ഫുഡ് പാർട്ടിക്കിൾസ് എങ്ങാനും നമ്മുടെ പല്ലിൻ്റെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ കുത്തി ഇളക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് തരും, കുറേ ടൂൾസ് ഒക്കെ നമുക്ക് തരുമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവം കഴിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല, പല്ലിൻ്റെ ഇടയിൽ അത് കയറും ഇത് കയറും. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഗൈസ്, ഇതൊന്നും ഞാൻ അവോയ്ഡ് ചെയ്യത്തില്ല. ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുമെന്നും പറഞ്ഞിട്ട് എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ടിനൊരു ചിക്കൻ ഫ്രൈ ഇരുന്ന് ഞാൻ എങ്ങനെ കഴിക്കാണ്ടിരിക്കും. ഞാൻ വിഴുങ്ങുന്നുണ്ട്, ഇപ്പോഴും വിഴുങ്ങുന്നുണ്ട്, അന്ന് വിഴുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ താഴത്തെ ബ്രേസസും കൂടി ഇട്ട്
സത്യം പറഞ്ഞാൽ താഴെ എനിക്ക് ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു താഴെ ഇട്ടില്ലെങ്കിൽ എൻ്റെ ഈ ജോ ഉണ്ടല്ലോ സൈഡിലോട്ട് വളർന്നിരിക്കും. അതിൻ്റെയും കൂടെ കുറവേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനായിട്ട് എൻ്റെ മുഖത്തിന് വേറൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടർ പറയുന്ന നല്ല കുട്ടിയായിട്ട് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഒരാഴ്ച ഒരു ദിവസം കൂടെ കഴിഞ്ഞ് താഴെ ഇടും. താഴത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളടുത്ത് വരും. ഓക്കെ. പിന്നെ എന്താണ്, എനിക്കിതിന് ഓൾമോസ്റ്റ് 18,000 ആണ് ഞാൻ എടുത്ത പാക്കേജിനായത്. പക്ഷെ ചിലവർക്ക് അത് 30, 35, 20 റേഞ്ചൊക്കെ പോകും. എനിക്ക് തോന്നുന്നത് പല്ലിളക്കുന്ന അനുസരിച്ചും അതങ്ങനെ അങ്ങനെ കയറി പോവാറുണ്ട്, അല്ലാതെയും പോവാറുണ്ട്. ഓക്കെ. പിന്നെന്താ, അപ്പം ഞാൻ നോക്കുമ്പം എല്ലാ യൂട്യൂബേഴ്സും അവരുടെ ബ്രേസസ് ജേർണി, ബിഫോർ ആഫ്റ്റർ ജേർണി മാത്രമാണ് കൂടുതൽ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ആ ഒരു എക്സ്പീരിയൻസ് അങ്ങ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും ബ്രേസസ് ഇടാൻ ഇനി പോകുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അതേപോലെ എൻ്റെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ബ്രേസസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് റെമഡീസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരണം, ഈ പെയിനൊക്കെ മാറാൻ. എനിക്ക് തോന്നി ഈ പെയിൻ മാറാനായിട്ട് ഞാൻ ഈ തണുത്ത വെള്ളം വാഴെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ആകപ്പാടെ വെള്ളം മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു സമയമാണത്. എന്തായാലും ഇനി ഒരു ദിവസം കഴിയുമ്പം വീണ്ടും ഇതേ ബാക്ക് നോർമൽ ഈ സിറ്റുവേഷനിൽ ഞാൻ പോകും. കാരണം താഴെയും കൂടി ഇടുമ്പോൾ എൻ്റെ അവസ്ഥ ചെക്ക് പുകയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഓൾമോസ്റ്റ് 8 months ഇടാനാണ് ഡോക്ടർ പറഞ്ഞത്. 8 മാസം ഇട്ടാൽ മാത്രമേ എൻ്റെ ഈ കോന്ത്രാപ്പല്ല അകത്തോട്ട് കയറി പോകത്തുള്ളൂ. അത്രയും നാൾ ഇതെൻ്റെ വായിൽ കാണും, അത്രയും നാൾ നിങ്ങളിത് സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷം. കാരണം എനിക്കത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ വിചാരിച്ചതുപോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പം പുറത്തുനിന്ന് വലിയ യൂട്യൂബേഴ്സിനൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ഒരു സുഖമില്ലാത്ത പോലെയാണ് മിക്കവർക്ക്. പക്ഷെ എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 20 എന്ന് പറഞ്ഞാൽ 20,000 200 അല്ല, 20 10 + 10 20 അത്രയേ ഉള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് അത്രയും പേര് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം.